തൻ്റെ പ്രിയതമനായ കലാഭവൻ നവാസിൻ്റെ ഓർമ്മകളിൽ ജീവിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയായ രഹന. അത് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴിതാ അദ്ദേഹം മരണപ്പെട്ടു പോയിട്ട് ആദ്യത്തെ ജന്മദിനമാണ് എത്തിയിരിക്കുന്നത്. കലാഭവൻ നവാസിൻ്റെ ജന്മദിനമാണല്ലോ ഓഗസ്റ്റ് 10. അത് ഇന്നാണ് ആ ദിവസം. ആ ദിനത്തിൽ രഹന തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഹൃദയം നുറുങ്ങുന്ന ഒരു കുറിപ്പുമായാണ് എത്തിയിരിക്കുന്നത്. ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: സ്വർഗത്തിൽ വെച്ച് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടും. ആ സമയത്ത് ഇതിനേക്കാൾ മനോഹരമായി, ഭൂമിയിൽ ജീവിച്ചതിനേക്കാൾ മനോഹരമായി ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് അവിടെ ജീവിക്കും. ആ ദിനത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്നുള്ള രീതിയിലായിരുന്നു രഹനയുടെ സോഷ്യൽ മീഡിയയുടെ കുറിപ്പ് പങ്കിട്ടത്. തൻ്റെ പ്രിയതമൻ്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിനോടൊപ്പമുള്ള ഓർമ്മകൾ പങ്കുവെച്ച രഹനയെ തേടി നിരവധി പ്രേക്ഷകരാണ് എത്തിയത്. രഹനയ്ക്ക് സാന്ത്വന വാക്കുകൾ അറിയിച്ചുകൊണ്ടും നിരവധി പേരാണ് എത്തിയത്. തൻ്റെ ഭർത്താവ് ഇല്ലാത്ത ഈ ലോകം ശൂന്യം തന്നെയാണ് രഹനയ്ക്ക്. ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ വെച്ച് രഹന തുറന്നു പറഞ്ഞിട്ടുമുണ്ട്: എൻ്റെ ഭർത്താവില്ലാത്ത ഈ ലോകം ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസമായിരിക്കുമെന്ന്. അദ്ദേഹമില്ലാത്ത ഈ ലോകത്ത് ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല എന്നും ഒരിക്കൽ രഹന തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രഹനയ്ക്ക് തീർത്തും താങ്ങാൻ കഴിയാത്ത ഒരു മരണവാർത്ത തന്നെയായിരുന്നു തൻ്റെ പ്രിയതമൻ്റെ മരണവാർത്ത. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചായിരുന്നു തീർത്തും അപ്രതീക്ഷിതമായിട്ട് ഹൃദയാഘാതം മൂലം നവാസ് മരണപ്പെട്ടത്. ഒരു വർഷം മുമ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. നവാസ് വിട പറഞ്ഞു പോയിട്ടുള്ള ആദ്യത്തെ പിറന്നാളാണിത്. എല്ലാ തവണയും പിറന്നാൾ ദിനത്തിൽ ഉപ്പയായ നവാസ് മക്കളെ എല്ലായിടത്തും കൊണ്ടുപോകാറുണ്ട്. അന്നത്തെ ദിവസം മക്കൾക്ക് വേണ്ടി മാറ്റി സമയം കണ്ടെത്താനും എന്നും നവാസ് ശ്രമിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഭാര്യയും കൂടെ വേണ്ടിയിട്ട്. എന്നാൽ ഈ വർഷം ഉപ്പ ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ഒതുങ്ങിക്കൂടിയ ഒരു അവസ്ഥയിലായിരുന്നു. എങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ആ കുടുംബത്തിന് നവാസിൻ്റെ വിയോഗത്തിൻ്റെ വേദനയിൽ നിന്നും കരകയറാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഇന്ന് ഓരോരുത്തരും ആവശ്യപ്പെടുന്നത്. മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബം തന്നെയായിരുന്നു കലാഭവൻ നവാസിൻ്റേത്. തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഹൃദയാഘാതം മൂലം അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ വേദനയിൽ തന്നെയാണ് ഇന്നും ആ കുടുംബം. എങ്കിലും തൻ്റെ ഉമ്മയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലൂടെ പലപ്പോഴും തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നവാസിൻ്റെ മക്കൾ എത്താറുണ്ട്. ആ കൂട്ടത്തിൽ തന്നെയാണ് ഉപ്പയുടെ പിറന്നാൾ ദിനമായ ഓഗസ്റ്റ് 10 കൂടെ ഒരു കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് മക്കളെത്തിയത്.